ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക വിളിച്ചതിനെ തുടർന്ന് കെവിൻ എത്തുന്നു. ശാരികയുടെ അച്ഛനും രാധികയെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത് കാണുമ്പോൾ കെവിൻ ആകെ വണ്ടറടിച്ചു പോവാണ്. തുടർന്ന് വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്നെല്ലാം മാധവനും രാധികയെല്ലാം കെവിനോട് ചോദിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും ചേർന്ന് കെവിനെ തന്ത്രപൂർവ്വം ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. ശാരിക എവിടെയാണെന്നെല്ലാം ഇതേ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കെവിൻ. തുടർന്ന് ശാരിക അണിഞ്ഞൊരുങ്ങി കെവിനുള്ള ചായയുമായിട്ട് വരുന്നു. അപ്പോൾ കെവിൻ്റെ മുഖത്തെ പതർച്ച കാണുന്ന ദേവിക ശാരികയെല്ലാം പറഞ്ഞു എന്നും നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും പ്രേമിച്ചതും കറങ്ങി നടന്നതെല്ലാം എന്തിനാണെന്നും ചോദിക്കുന്നു. ഏതായാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്നും അത് ശാരികയുടെ ഒറ്റ നിർബന്ധത്തിൻ്റെ പുറത്താണെന്നും നന്ദുവിനെ കാണാതായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നും രാധികയും ദേവികയും മാധവനും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും കെവിനാണെങ്കിൽ ഇതെല്ലാം കണ്ട് സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് കെവിൻ്റെ വീട്ടിലും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കൂ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തോളാം എന്ന് പറയുന്നുണ്ട് കെവിൻ. വീണ്ടും നന്ദനെ കാണാത്തതിനെ കുറിച്ചുള്ള വിഷമത്തെക്കുറിച്ചെല്ലാം അവർ പറയുമ്പോൾ കെവിൻ്റെ മുഖത്തെ ഭാവമാറ്റം എല്ലാവരും സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ദേവികയുടെയും ശാരികയുടെയും ആ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കത്തിൽ കെവിൻ മൂക്കും കുത്തി വീഴുന്നുണ്ട്. നന്ദനെ കൊടുക്കാനുള്ള ചതി നാടകത്തെക്കുറിച്ചൊന്നും അവരറിഞ്ഞിട്ടില്ല. ഇനി എല്ലാവരുടെയും അനുഗ്രഹത്തിൽ ഞാനും ശാരികയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നു എന്നെല്ലാം ആലോചിച്ച് മതിമറന്ന് സന്തോഷിക്കുകയാണ് കെവിൻ. മാത്രമല്ല തനിക്ക് കെവിനോട് അസ്ഥിയിൽ പിടിച്ച പ്രണയമാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ശാരികയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കെവിൻ്റെ മുന്നിൽ വരുത്തി തീർക്കാനായിട്ട് അവിടെ നിന്ന് ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രകാശ് ചന്ദ്രോത്തും ഗിരീഷിൻ്റെ വീട്ടിലൊക്കെ പോയതുപോലെ മുരളിയുടെ വീട്ടിലും എത്തുന്നു. പ്രകാശിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല മുരളിക്ക്. അവർക്കും എന്തോ ഒരു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പ്രകാശിൻ്റെ വരവ്. തുടർന്ന് നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ ഗിരീഷേട്ടൻ്റെ വീട്ടിലും ചന്ദ്രോത്തൊക്കെ പോയത് ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ട് പ്രഭാൻ്റിയെ പറ്റിക്കാനായിട്ട് കുറേ കള്ളക്കഥകളും പറഞ്ഞു അല്ലേ? നീ തന്നെയാണ് മീരയെ കൊന്നത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ കോടതി ശിക്ഷിച്ചത് എന്നെല്ലാം മുരളി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. മീരയുടെ കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല. ഇനി അത് നുണയാണെന്ന് പറഞ്ഞിട്ടും കേസിൽ നിന്നൊന്നും രക്ഷപ്പെടാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലും നല്ലവനായിട്ട് തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ പ്രകാശ് ചെയ്യുന്നത്. തുടർന്ന് നീ പ്രഭകുഞ്ഞിനോട് പറഞ്ഞത് സത്യം തന്നെയാണോ? ആ അരുന്ധതിയാണോ മീരയെ കൊന്നതിന് പുറകിലെന്ന് ഭാർഗവി ചോദിക്കുമ്പോൾ അതെ, ഇപ്പോൾ നന്ദനെ കാണാതായതിന് പിന്നിലും അരുന്ധതി തന്നെയായിരിക്കും. ഇന്ന് നന്ദന് സംഭവിച്ചത് നാളെ ദൈവികയ്ക്ക് സംഭവിച്ചു കൂടാ എന്നില്ല പറഞ്ഞ് വീണ്ടും അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് പോലെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് പ്രകാശ് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പ്രകാശ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥ ആണെങ്കിൽ ഹരിസാറിനോട് നന്ദനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. നന്ദൻ ഋഷിയെ കൊന്നു എന്ന് വിശ്വസിച്ച് ആ കെവിനും ഇസബെല്ലയൊക്കെ നടത്തിയ നാടകത്തിൽ നന്ദൻ എന്തെങ്കിലും കടുകൈ ചെയ്തിരുന്നെങ്കിൽ ദേവികമ്മളുടെ നല്ല മനസ്സുകൊണ്ടാണ് നന്ദന് മേലുള്ള ആപത്തുകളെല്ലാം ഒഴിഞ്ഞുപോയത്. ഇന്ന് നന്ദൻ്റെ ജന്മദിനമാണ്, പക്ഷേ മനസ്സ് വല്ലാതെ ഇടിഞ്ഞു നിൽക്കുകയാണ് ഹരിയേട്ട എന്നെല്ലാം പറയുമ്പോൾ ഏതായാലും സത്യങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ സിദ്ധാർത്ഥ്. ഇനി നമ്മുടെ ഉഴവാണ്. അവർക്കുള്ള ശിക്ഷ ദേവികയും ശാരികയും ചേർന്ന് കൊടുത്തോളും. അതിനുള്ള ആദ്യത്തെ ചുവടല്ലേ ഇന്ന് ദേവികയുടെ വീട്ടിൽ നടക്കുന്ന ആ പെണ്ണ് കാണൽ ചടങ്ങ് എന്നും ഹരിസാറ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ശാരികയും കെവിനും മാറി നിന്ന് സംസാരിക്കുന്നു. കെവിന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിവാഹത്തിൻ്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടുള്ള ഒരു സന്തോഷമൊക്കെ ശാരിക കെവിനോടായിട്ട് പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാനും ഈ വിവരം വീട്ടിൽ പറയാമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ശാരികയുടെ മുന്നിൽ കെവിൻ വല്ലാതെ തന്നെ റൊമാൻറ്റിക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കെവിൻ്റെ ആ ഒരു സന്തോഷം മാധവേട്ടനും രാധികയും ദേവികയെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട്. മനസ്സിലെന്തോ പ്ലാൻ ചെയ്തതുപോലെ പ്രതികാരത്തോടു കൂടി തന്നെയാണ് കെവിന് നേരെ ദേവിക നോക്കുന്നത്. പിന്നീട് കെവിൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ഏതായാലും അവൻ നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങി എന്ന് ദേവിക പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല. നന്ദേട്ടനെ കൊടുക്കാൻ നോക്കിയതിന് ഇവനിലൂടെ വേണം എല്ലാവർക്കും ശിക്ഷ കൊടുക്കാനെന്ന് ശാരികയും പറയുന്നു. ഇതേ സമയത്താണ് പ്രകാശ് ദേവികയുടെ വീട്ടിലെത്തുന്നത്. ഏതായാലും എല്ലാവരെയും വിശ്വസിപ്പിച്ച പോലെ ദേവികയും ശാരികയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നല്ലവനായിട്ട് നടിച്ചുകൊണ്ട് തന്നെയാണ് പ്രകാശിൻ്റെ അഭിനയം.
ഏതായാലും താൻ കാരണം ചന്ദ്രോത്തുകാർക്കുണ്ടായ ആ വിഷമത്തെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് പ്രകാശ്. പക്ഷേ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കള്ളത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിവുള്ള ശാരികയുടെ മുന്നിൽ എന്തായാലും പ്രകാശിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല കെവിൻ്റെയും ഇസബെല്ലയുടെയും ചതികളൊക്കെ കണ്ടെത്തിയത് ശാരിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശാരിക പ്രകാശിനെക്കുറിച്ച് പ്രകാശിൻ്റെ പുറകിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദേവിയേക്കും ഹരിസാറിനൊന്നും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അങ്ങനെ പ്രകാശിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അയാളുടെ പുറകിലുള്ള ദുരൂഹത കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്